ഭയത്തോടെ മുന്നിലേക്ക് നോക്കിയപ്പോൾ വഴിയൊന്നും അവിടെ ഇല്ലായിരുന്നു. മണ്ണും കല്ലും നിറഞ്ഞ കാടിന്റെ നടുവിൽ ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ ഭയം ഉള്ളിലൊതുക്കി അവിടുന്ന് എങ്ങനെയോ രക്ഷപ്പെടണമെന്നോർത്ത് നടക്കാൻ തുടങ്ങി. കുറച്ച് മുന്നിലേക്ക് നടന്നപ്പോൾ കിണറിന്റെ അടുത്ത് വെച്ച് കേട്ട ശബ്ദം. എവിടേക്ക് ഈ ഓടുന്നേ? ഞാൻ ചുറ്റിലും നോക്കി, ആരുമില്ല. പക്ഷേ ആ ശബ്ദം എന്റെ ഉള്ളിൽ നിന്നായിരുന്നു. ഞാൻ വേഗം കയ്യിൽ കെട്ടിയിരുന്ന ചരട് വലിച്ചെറിഞ്ഞു. പക്ഷെ ആ ചരട് കയ്യിൽ നിന്നും പോകുന്നില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല. രാത്രി മാറി പകലാകാൻ തുടങ്ങി. വീണ്ടും അതേ ശബ്ദം. പേടിക്കണ്ട, നടന്നോളൂ. അപ്പൊ ഉള്ളിലെ ഭയം കൂടി. ഞാൻ ഒന്നും ശ്രദ്ധിക്കാതെ മുന്നിലേക്ക് വീണ്ടും നടന്നു. ഒരുപാട് നടന്നു, എന്നിട്ടും ഒരു വീട് പോലും കാണുന്നില്ല. ഞാൻ ഒരുപാട് ക്ഷീണിതനായി, ദാഹിക്കാൻ തുടങ്ങി. ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്റെ ശരീരം മുഴുവനും മരവിച്ചു. ഞാൻ താഴെ വീണു. കണ്ണുകൾ മെല്ലെ അടഞ്ഞു, ശബ്ദങ്ങൾ മെല്ലെ നിന്നു. മോനെ, എഴുന്നേക്കോ. കണ്ണു തുറന്നപ്പോൾ അമ്മ മുന്നിൽ. അമ്മ ചായ അവിടെ വെച്ചിട്ട് പോയി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഞാൻ ആ ചരടിന്റെ കാര്യം ഓർത്തത്. നോക്കിയപ്പോ ചരട് കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ വേഗം പൂജാമുറിയിലേക്ക് പോയി. ഡോർ തുറന്നപ്പോൾ ആ ശബ്ദം എന്റെ ഉള്ളിൽ നിന്ന്. ഞാൻ പ്രേതമോ പിശാചോ അല്ല.